വയനാടിന്റെ MP ആയി പ്രിയങ്ക ഗാന്ധി. നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള 3 പേർ പാർലമെന്റിൽ. ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത പ്രിയങ്ക ഗാന്ധി. പ്രിയങ്ക കൂടി എത്തുന്നതോടെ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള 3 പേർ പാർലമെന്റിൽ സാന്നിധ്യമാവുകയാണ്. സഹോദരൻ രാഹുൽ ഗാന്ധി ലോക്സഭാംഗവും മാതാവ് സോണിയാഗാന്ധി രാജ്യസഭാംഗവുമാണ്. ഇന്നലത്തെ പാർലമെന്റ് നടപടികൾ പ്രിയങ്ക ഗാന്ധി ഭാഗമായി. അമ്മ സോണിയാഗാന്ധിക്കൊപ്പമാണ് പ്രിയങ്ക പാർലമെന്റിലേക്ക് എത്തിയത്. ജീവിത പങ്കാളി റോബർട്ട് വാദ്രയും മക്കളും പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞ കാണാൻ എത്തിയിരുന്നു. ഭരണഘടന കയ്യിലേന്തിയായിരുന്നു സത്യപ്രതിജ്ഞ. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച പ്രിയങ്ക കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ MP ആണ്. കേരള സാരിയിലെത്തിയ പ്രിയങ്കയെ വലിയ കയ്യടികളോടെയാണ് കോൺഗ്രസ് MPമാർ പാർലമെന്റിൽ സ്വാഗതം ചെയ്തത്. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ മറികടന്ന് 4 ലക്ഷത്തിലേറെ വോട്ടുകൾക്കായിരുന്നു വയനാട്ടിൽ പ്രിയങ്കയുടെ കന്നി വിജയം. ഏറെ നാൾ കോൺഗ്രസ് സംഘടനാ ചുമതല വഹിച്ച ശേഷമാണ് ജനപ്രതിനിധി എന്ന കുപ്പായം പ്രിയങ്ക അണിയുന്നത്. പ്രിയങ്ക പാർലമെന്റിൽ ഉറച്ച ശബ്ദമായി എത്തുന്നത് ഇന്ത്യ മുന്നണിക്കും വലിയ നേട്ടമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രിയങ്ക MP ആകുന്നതിൽ അഭിമാനമുണ്ടെന്ന് സോണിയാഗാന്ധി പ്രതികരിച്ചു. സന്ദർശക ഗാലറിയിൽ പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷിയാകാൻ സോണിയാഗാന്ധിയും എത്തിയിരുന്നു. ബുധനാഴ്ച പ്രിയങ്കയെ സന്ദർശിച്ച UDF നേതാക്കൾ തെരഞ്ഞെടുപ്പ് സർട്ടിഫിക്കറ്റ് കൈമാറിയിരുന്നു. പ്രിയങ്ക ഗാന്ധി 30 ഡിസംബർ 1 തീയതികളിൽ വയനാട് മണ്ഡലത്തിൽ പര്യടനം നടത്തും. ആദ്യ ദിവസം താഴെ പ്രദേശത്തും പിറ്റേന്ന് മലയോര മേഖലയിലുമായിട്ടാണ് പര്യടനം. രാഹുൽ ഗാന്ധിയും ഒപ്പമുണ്ടാകും. താഴെത്തട്ടിൽ പ്രവർത്തനം നയിച്ച് ബൂത്ത് കമ്മിറ്റി നേതാക്കളെ കാണാൻ ആഗ്രഹിക്കുന്നതായി നേതാക്കളെ പ്രിയങ്ക അറിയിച്ചിട്ടുണ്ട്.